Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്നത്തെ ഒരു വിപണിയെ സംബന്ധിച്ച് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 നിലവിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 26,000 എന്നൊരു നില തിരികെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ 125 പോയിൻ്റ് നേട്ടം, കൃത്യം പറഞ്ഞാൽ 0.5% നേട്ടം നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,241 എന്നൊരു നിലയിൽ 400-ലധികം പോയിൻറ്റിൻ്റെ ഒരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സൊക്കെ നോക്കുമ്പോൾ 300-ലധികം പോയിൻ്റ് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്ലോബൽ ക്യൂസൊക്കെ എടുക്കുമ്പോൾ തന്നെ മാർക്കറ്റ് പോസിറ്റീവായി തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ തന്നെയായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഏതായാലും അതിനെ ഒരു ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇന്നലെ നമ്മളൊരു നെറ്റ് ബൈയിങ്ങും നെറ്റ് സെല്ലിംഗ് FIസിയുടെ കാര്യം നോക്കുമ്പോൾ, അല്ലെങ്കിൽ FIDA ഡാറ്റ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ FIയുടെ ഭാഗത്ത് നിന്ന് നെറ്റ് ബൈയിങ് ആണ് ഉണ്ടായത്. 785 കോടിയുടെ ബൈയിങ് ആണ് ഉണ്ടായത്. DAയുടെ ഭാഗത്ത് നിന്ന് 3,912 കോടിയായിട്ടാണ് നെറ്റ് ബൈയിങ് ഉണ്ടായതായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ കാണുന്നത് ഡൗ ജോൺസ് ഇന്നലെ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.91% നേട്ടം, നാസ്ഡാക്കിൽ 0.67% നേട്ടമാണ് നമ്മൾ കണ്ടത്. ഇന്നലെ തന്നെ ക്ലോസ് ചെയ്ത് നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് എടുക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഗ്ലോബലി നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തകളിലോട്ട് വരുമ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ സമാധാന കരാറിൻ്റെയൊക്കെ ഒരു രൂപരേഖ ഇപ്പോൾ US യുക്രൈൻ ചർച്ച, അതായത് ദുബായിൽ നടന്നു വരുന്ന ആ ഒരു ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അമേരിക്കയിലോട്ട് വരുമ്പോഴത്തേക്കും ഫെഡിൻ്റെ ആ ഒരു റേറ്റ് കട്ടിനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ ഏതായാലും പലിശ കുറയ്ക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി 2 ഗവർണർ കൂടി അനുകൂലമായി തീരുമാനമെടുത്തു എന്നുള്ളൊരു വാർത്തകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ജെറോം പവൽ അടുത്ത തന്നെ അദ്ദേഹം സ്ഥാനം മാറുകയാണ്. അതിനുശേഷം വരുന്നത് ഫെഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫൈനാൻഷ്യൽ കൗൺസിൽ ചെയർമാനായ കെവിൻ ഫാസ്റ്റ് ആയിരിക്കുമെന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും ആ ഒരു കാര്യം നോക്കുമ്പോൾ അദ്ദേഹമായാൽ തന്നെ ഒരു പലിശ നിരക്ക് കുറയ്ക്കണമെന്ന രീതിയിൽ വാദിക്കുന്ന ഒരാൾ കൂടിയാണ്. അതൊക്കെ തന്നെ മാർക്കറ്റിന് അനുകൂലമാകുമെന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. ഇനി നമ്മൾ സ്റ്റോക്കിലോട്ട് വരുമ്പോൾ ഇതിലെ ആൽഫബറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. മെറ്റ വലിയ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്നുള്ളൊരു വാർത്തയാണ് ആൽഫബറ്റിന് ഗുണകരമായത്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം എടുക്കുമ്പോൾ AMDയിലും NVIDIA ഓഹരികൾ നോക്കുമ്പോഴും ഈ ഒരു കോമ്പറ്റീഷനെ തുടർന്ന് തന്നെ ആ ഒരു വാർത്തയെ തുടർന്നൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സൂരജ് സാർ, ഏതായാലും മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഫെഡ് റേറ്റ് കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കുവാണെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഒരു RBI ഒരു തീരുമാനം എന്താകുമെന്നുള്ളത് അടുത്ത ആഴ്ച നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഏതായാലും അടുത്ത ആഴ്ച ഇതിൻ്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മാർക്കറ്റിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു വാർത്തകളൊക്കെ ഏത് സാഹചര്യമാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉൾത്തിരിഞ്ഞിരിക്കുന്നത്? വിഷ്ണു, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റ് ഹാൻഡ് ഓവർ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങൾ, ട്രംപിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ ചർച്ചകൾ, അതിനു മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് എനിക്ക് പാസ് ഓൺ ചെയ്യാനുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത്. അതായത് അടുത്ത കാലത്ത് ചിലപ്പോൾ പല പ്രേക്ഷകരും ഇത് കണ്ടു കാണും, അല്ലാതെ ഇത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാം. അതായത് RRP സെമി കണ്ടക്ടേഴ്സ്, R for റഷ്യ, എഗെയിൻ R for റഷ്യ, P for പോർച്ചുഗൽ, RRP സെമി കണ്ടക്ടേഴ്സ്. ഈ കമ്പനിയെക്കുറിച്ച്, അതായത് ഈ ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ച് ഭയങ്കര വലിയ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് അടുത്ത കാലത്ത് നടന്നിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ തന്നെ ഞാൻ നോക്കുമ്പോൾ സെയിൽസ് ഒക്കെ ഏതാണ്ട് 0.38 crore നിന്ന് ഏതാണ്ട് 31.5 crore എന്ന് പറയുന്ന രീതിയിലേക്ക് സെയിൽസ് ഉയർന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് ഏതാണ്ട് 6 കോടിയായി. അപ്പോൾ ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഏതാണ്ട് 15 രൂപ, മാർച്ച് 2024 15 റുപ്യ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇന്നത്തെ വില 11,434 രൂപയാണ്. അതായത് 70,000% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് തന്നതെന്നുള്ളത്. ഈ സ്റ്റോക്കിനെ സാധാരണ രീതിയിൽ അവതരിപ്പിച്ചത് എങ്ങനെയെന്നറിയോ? അതായത് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്തത് ഇന്ത്യാസ് NVIDIA, അല്ലെങ്കിൽ ഡിഫൻസ് യൂണിക്കോൺ. അതുകൂടാതെ സെലിബ്രിറ്റീസ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പേര് വരെ, സച്ചിൻ ടെണ്ടുൽക്കർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള പ്രതീതി ഉണ്ടാക്കി ഈ സ്റ്റോക്ക് ഭയങ്കര രീതിയിൽ ഇത് പെർഫോം ചെയ്തു എന്നറിയാം. പക്ഷേ അടുത്ത കാലത്ത് ഞാനിത് പ്രേക്ഷകരുടെ അടുത്ത് മാർക്കറ്റിൻ്റെ ഈ തുടക്കം തന്നെ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഹൗസിൻ്റെ തുടക്കം തന്നെ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരൊന്നും ഇതിൽ ചെന്ന് പെടാൻ ചാൻസ് ഇല്ല. കാര്യം നമ്മൾ ഓപ്പണിംഗ് ഹൗസിൽ നമ്മൾ അങ്ങനെയാണ് നമ്മളെ പ്രേക്ഷകരെ നമ്മൾ മെൻറ്റർ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതെന്നുള്ളൂ. ബട്ട് ഇപ്പോൾ
അതായത് നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു അക്വൈൻറ്റൻസിൽ കൂടി വരുന്ന അക്ഷത ഗോർഡെ, ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ലൈനിലൊക്കെ എഴുതുന്നതാണ്. അതുകൂടാതെ ഞാൻ ഇപ്പോഴറിഞ്ഞത് ഇന്ത്യ ടുഡേയുടെ കൗസ്തവ് ദാസും ഈ കമ്പനിയുടെ പുറകെ പോയിരുന്നു എന്നുള്ളത്. അതായത് 2 ജേർണലിസം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോലെ ഈ കമ്പനിയുടെ പുറകെ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് വെബ് ഓഫ് ഷെൽ കമ്പനീസാണ് ഇതിൻ്റെ പുറകിൽ. ഇതിൻ്റെ പുറകിൽ ഒന്നുമില്ല. അതായത് രജിസ്ട്രേഡ് ഓഫീസ് തന്നെ തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. പല കമ്പനികൾ, അതായത് ഒരുപാട് സബ്സിഡറി കമ്പനി ഉള്ളതായിട്ടാണ് ഈ കമ്പനിക്ക് അകത്ത് പറയുന്നത്. എന്നാൽ ഈ കമ്പനികളുടെ പലതും അന്വേഷിച്ച് പോയപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ മാസ് സ്പെക് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സബ്സിഡറി ഉണ്ട്. അതിനെ കമ്പനി പറയണത് ഇവരുടെ സെമി കണ്ടക്ടർ ലാബാണെന്നാണ് പറഞ്ഞത്. ഇത് അന്വേഷിച്ച് പോയപ്പോൾ സാന്റാക്രൂസ് ഭാഗത്ത്, ബോംബെ സാന്റാക്രൂസ് ഭാഗത്ത് സ്റ്റൈൽ ഫോർ എവർ എന്ന് പറഞ്ഞൊരു ഫാഷൻ ബുട്ടീക്കായിരുന്നു എന്നുള്ള. അതായത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉടായ്പായിട്ടാണ് കണ്ടുവന്നത്. റാച്ചോ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് എന്ന് ഇവർക്കൊരു സബ്സിഡറി ഉണ്ട്. അത് ഏതാണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ടാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരുന്നത്. അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതിനെ സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് കാലം കുറയായി. ROCയിൽ അവരുടെ പേര് പോലും ഇല്ല എന്നുള്ള. പിന്നെ അതിന് ബ്രഹ്മാസ്ത്ര ടെക്നോളജി പ്രോഡക്ട്സ്, അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ഓഫീസ് ഉള്ളത് പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇതിനകത്തൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഉണ്ട്. അതായത് ഇതിനകത്ത് ഡയറക്ടറായിട്ട് രാജേന്ദ്ര കമലാകാന്ത് ചോദാൻകർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ടോട്ടൽ പബ്ലിക് ഷെയർ ഹോൾഡിങ്ങിൻ്റെ ഫ്ലോട്ടിൻ്റെ 70% ഇയാളുടെ പേരിലാണ് ഇരിക്കുന്നത്. ഇയാൾ പണ്ട് പരസ് ഡിഫൻസിൽ ഇയാൾ 2019-ഉം 2022-ലും പരസ് ഡിഫൻസിൽ ഇയാൾ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ കൂടാതെ തന്നെ, അതായത് ഇതിനകത്തൊരു ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ ഉണ്ട്. അതായത് സുനിൽ കുമാർ ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ലീഗൽ ഹയേഴ്സായിട്ട് ഒരു ഷെയർ ട്രാൻസ്ഫർ ഡീല് ഈ സുനിൽ കുമാർ ശർമ്മയുടെ ഫാമിലിയും രാജേന്ദ്ര കമലാകാന്ത് ചോദാങ്കറും തമ്മിൽ നടന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൽ സുനിൽ കുമാർ ശർമ്മ ഏതാണെന്നറിയോ? സുനിൽ കുമാർ ശർമ്മയുടെ പുറകിൽ CBI ഉണ്ട്. CBIയുടെ ഒരു ചാർജ് ഷീറ്റ് തന്നെ ഉണ്ടെന്നാണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിൽ കുറേ ഇറഗുലാരിറ്റീസ് കാണിച്ചിട്ടുണ്ട്. അതായത് IACCS പ്രോജക്റ്റിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് കാണിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം CBI നിരീക്ഷണത്തിലാണ്. ആ CBIയുടെ ഒരു ചാർജ് ഷീറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ നടന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള പ്രൊമോട്ടറിൻ്റെ എൻട്രി ആ പ്രൊമോട്ടർ ലിസ്റ്റിൽ അത് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ RRP സെമി കണ്ടക്ടർ എന്ന് പറയുന്ന സ്റ്റോക്സ് ഒന്ന് സൂക്ഷിക്കുക. ഞാൻ അതിനകത്ത് എനിക്ക് വെരിഫൈ ചെയ്യാനായിട്ടുള്ള നമുക്ക് പറ്റില്ലല്ലോ. ബോംബെയിലുള്ള പല കാര്യങ്ങളും വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഈ പറഞ്ഞ് മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ഹൈ പ്രൊഫൈൽ സെലിബ്രിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പല എക്സിബിഷനിലും, സെലിബ്രിറ്റി എന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പേര് തന്നെ എടുത്ത് പറയുന്നുണ്ട്. അത് മാത്രമല്ല പല ഡിഫൻസ് എക്സിബിഷനിലും ഇവരുടെ പ്രോഡക്ട്സ് വെച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. പലയിടത്തും അന്വേഷിച്ച് വന്നപ്പോൾ അങ്ങനെ ഒരു എക്സിബിഷനിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ RRP ഡിഫൻസ് എന്ന് ഒരു കമ്പനിയുണ്ട്. എനിക്ക് തോന്നുന്നു അത് എല്ലാ ദിവസവും സർക്യൂട്ട് അടിച്ചാണ് പോകുന്നത്. അപ്പർ സർക്യൂട്ട് 20 രൂപയിൽ നിന്ന് 964 റുപ്പീസായി. ഏതാണ്ട് 4700% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ RRP ഡിഫൻസ്, RRP സെമി കണ്ടക്ടർ എന്താ? ഇന്ത്യാസ് ആൻസർ ടു NVIDIA, അങ്ങനെയാണ്. അതായത് സെമി കണ്ടക്ടർ സ്റ്റോക്സ് ഇതാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു പ്യുവർ പ്ലേ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തൊരു സ്റ്റോക്ക് പോലും ഇല്ല. പല സ്റ്റോക്കിനെയും പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സും അടിച്ചു പോക്കുന്നത് AI സ്റ്റോക്സ് ഇതൊക്കെയാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു AI പ്യുവർ പ്ലേ AI സെക്ടർ സ്റ്റോക്സേ ഇല്ല. നമ്മൾ ഇന്നലെ പറയുന്നത് പൈപ്പ് ലേയിങ് കമ്പനീസൊക്കെയാണ് നമുക്കിനി US AI പ്ലേ ചെയ്യാൻ പറ്റിയ സ്റ്റോക്സ് എന്ന് പോലുമാണ് നമ്മൾ പറയുന്നതെന്നുള്ള. പിന്നെ പല കമ്പനീസും ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഡേറ്റാ സെൻറ്റർ ഉണ്ടാക്കാൻ ഒരു കോൺട്രാക്ടർ മതി വിഷ്ണു. ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് കുറേ സെക്യൂരിറ്റി, ആ ബിൽഡിങ്ങിനകത്ത് എയർ കണ്ടീഷനിങ്ങും കൂളിംഗ് സിസ്റ്റവും ഒക്കെ വേണം, കുറേ ഹാർഡ്വെയർ വെക്കണം. ഈ ഹാർഡ്വെയർ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഇതേപോലെ പുറത്തുനിന്നുള്ള കമ്പനി ലെനോവോ അല്ലെങ്കിൽ D-Link ഇങ്ങനത്തെ കമ്പനികളുടെ സാധനം മേടിക്കുന്നു. അതിനകത്തിരിക്കുന്ന GPU അല്ലെങ്കിൽ CPU, ഈ GPU എന്ന് പറയുന്ന ആരുടെ? NVIDIA അല്ലെങ്കിൽ AMD അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ. അതിനകത്ത് നമ്മൾ ക്ലൗഡിൽ ഓരോ സോഫ്റ്റ്വെയർ സൂക്ഷിക്കുന്നു. ഇതൊന്നും എന്താ പറയുക, ഇന്ത്യൻ കമ്പനിക്ക് അവിടെ ഒന്നും യാതൊരു ബന്ധമില്ല. പിന്നെ ഒരു സിവിൽ സ്ട്രക്ചർ പണിത് ഒരു കോൺട്രാക്ടറിനെ പോലെ പണിയാനാണ് നമ്മൾ ഈ സെമി കണ്ടക്ടർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് എന്ന് ഇന്ത്യയിൽ പറയുന്നതെന്നുള്ളത്. നമ്മൾ ഈ പറയുന്ന പോലെ HVAC, അതായത് അങ്ങനത്തെ ഡേറ്റാ സെൻറ്ററിന് കൂളിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണ ബ്ലൂ സ്റ്റാർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റ് പ്ലേ ഓൺ ഡേറ്റാ സെൻറ്റർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതേപോലെ RRP സെമി കണ്ടക്ടർ, RRP ഡിഫൻസ് പോലെയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇതിനെ നമുക്ക് അത്രയ്ക്ക് അപ്പീലിംഗ് എന്നുള്ള രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്ത് മുന്നോട്ട് വരും. നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ പറയുന്ന പോലെ
നമ്മൾ എനിക്ക് തോന്നുന്നു എക്സ്ചേഞ്ചസ് തന്നെ ഇതിനെ ഒരു സർവൈലൻസ് മെക്കാനിസത്തിൽ ഇട്ട സ്റ്റോക്ക്. ഇതിന്റെ ചാർട്ട് നമ്മൾ ഈ ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്ത 2 സ്റ്റോക്കുകളുടെയും ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നത് കൃത്യമായിട്ടൊരു മാനിപ്പുലേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചാർട്ട് തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഒന്നാമത് അതിന്റെ തിൻലി ട്രേഡറാണ്, അതായത് അതിന്റെ ബാൻഡ് വിഡ്ത്ത്, ട്രേഡ് ചെയ്യണ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ തിൻലി ട്രേഡറാണ്. അതുകൊണ്ട് ആ സ്റ്റോക്ക് കിട്ടുകയില്ല. ആരെങ്കിലുമൊക്കെ ഇട്ടിട്ട് മേടിച്ച് മുകളിലേക്ക് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ള. ഇപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് എല്ലാ കമ്പനികളുടെയും എല്ലാ കാര്യവും നമുക്ക് പഠിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് അറിവുള്ള സ്ഥലത്ത് മാത്രം നിന്നാൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും നമ്മൾ എത്രയോ കൊല്ലമായിട്ട് നമ്മൾ പോകുന്നു, അവിടെ കാണുന്ന പ്രോഡക്ട്സ്, ഞാനതൊരു സ്റ്റോക്ക് ഐഡിയായിട്ട് മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിനെ തൊട്ട് തലോടി നിൽക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. നമ്മൾ ഈ സാധാരണ നമ്മൾ പറയുന്ന കാര്യം എന്തറിയോ, നമ്മൾ ശരിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കിൾസിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, സർക്കിൾ ഓഫ് കോമ്പീറ്റൻസ്. സർക്കിൾ ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ലക്ഷ്മണ രേഖയുടെ അകത്ത് നിൽക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പോൾ ഒരു ടാറ്റ സ്റ്റീൽ തന്നെ നമ്മൾ പറയണമല്ലോ, ഞാനൊരു സ്റ്റീൽ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ട് പോലുമില്ല എൻ്റെ ലൈഫിൽ. സ്റ്റീൽ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ടില്ല, ഒരു റിഫൈനറി ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നാൽ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുക, ഇന്ത്യയിൽ പല നാനാ സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ആ കമ്പനികളുടെ മീറ്റിംഗ്, ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ബോംബെയിലും പിന്നെ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ അവർ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ കോൺ കോൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കമ്പനിയെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഞാൻ കൂടുതലും മനസ്സിലാക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പ്ലസസും മൈനസും ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യില്ല. പക്ഷെ കഴിയുന്നത് നമ്മൾ ഇൻവെസ്റ്റിങ്ങിൽ പറയുന്നത് നിങ്ങളുടെ സർക്കിൾ ഓഫ് കോമ്പീറ്റൻസിൽ നിന്നുകൊണ്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായത് നിങ്ങൾക്കറിയാവുന്ന, നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് പരിചയക്കാരുള്ള സ്ഥലത്തും ബന്ധുക്കളുള്ള സ്ഥലത്തും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമുക്ക് രാത്രി ഇറങ്ങിയാലും രാവിലെ ഇറങ്ങിയാലും വീട്ടിനകത്ത് താമസിച്ചാലും നമ്മളൊന്ന് പുറത്തിറങ്ങി നടന്നാൽ പോലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് അവിടെ ഉള്ളതെന്നല്ല. ഈ ജീവിതം പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. നിങ്ങൾ ആ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളതും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയതും നിങ്ങളുടെ സർക്കിൾ ഓഫ് കോമ്പീറ്റൻസിലും നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലും മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സോ ട്രേഡിങ്ങോ ചാനലൈസ് ചെയ്യുക. വല്ലവരും പറഞ്ഞത് കേട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം പറഞ്ഞത്. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളെ കോപ്പി ചെയ്യാൻ പോകും. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, നമുക്കെല്ലാവർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. അപ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറയില്ലേ, ജീവിതത്തിൽ ഒരാളെ പരിചയപ്പെട്ടു, അയാളുടെ സ്വഭാവം നമുക്കറിയില്ല, അറിയാത്തടത്തോളം കാലം നമ്മൾ അയാളെ എന്ത് ചെയ്യും, ഒരു കൈ അകലെ വയ്ക്കും. ഇതല്ലേ നമ്മൾ ജീവിതത്തിൽ ചെയ്യണേ. നമ്മളെ അയാളെ മനസ്സിലാക്കി, അയാളുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ സർക്കിൾസൊക്കെ മനസ്സിലാക്കി, അയാളുടെ ക്യാരക്ടർ, അയാളുടെ ബിഹേവിയർ, അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ അയാളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്ക് വരുന്നത് എന്നുള്ള. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളും ഒരു സ്റ്റോക്കും തമ്മിലുള്ളൊരു ബന്ധം. അതായത് നമ്മൾ വഴിയെ കാണുന്ന എല്ലാത്തിനെയും പോയി പിടിക്കരുത്. നമ്മളൊരു സ്ട്രേഞ്ചറായിട്ട് ബന്ധം വയ്ക്കുമ്പോൾ എന്താണോ ലൈഫിൽ റിസ്ക് വരുന്നത്, അതേപോലെ ഒരു സ്ട്രേഞ്ചർ സ്റ്റോക്കിലേക്ക് നമ്മൾ ചെന്ന് പെടുമ്പോൾ നമ്മൾ വരുന്ന റിസ്ക്കാണ്. പിന്നെ ഈ ഒരു ജേണിയിൽ ആരെങ്കിലും കയറി ഇറങ്ങിപ്പോയി അവർക്ക് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കും, ഞങ്ങൾ പൈസ ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിന് ഉത്തരമില്ല എന്ന് ദയവ് ചെയ്ത് കൈകൂപ്പി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഹാൻഡ് ഓവറിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്നറിയോ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ഇതായിട്ട് അറിവോ അല്ലെങ്കിൽ ഇതോ ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഹാൻഡ് ഓവറിലേക്ക് വരാം. S&P 500 നോക്കുകയാണെങ്കിൽ വിഷ്ണു പറഞ്ഞ പോലെ 0.91% അപ്പായിരുന്നു. നാസ്ഡാക്ക് 0.67% അപ്പാണ്. ഡൗ ജോൺസ് 1.43% അപ്പാണ് എന്നുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ഇപ്പോൾ US നടക്കുന്നത് എന്താ, നമ്മളിപ്പോൾ 2 ദിവസം മുമ്പേ പറഞ്ഞു AI ട്രേഡ് ഈസ് ബാക്ക് അല്ലേ, AI ട്രേഡ് ഈസ് ബാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോയി. ഇപ്പോൾ അതാ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ആൽഫബറ്റില്ലേ, അതായത് ഗൂഗിളിൻ്റെ പേരന്റ് കമ്പനി, ഈ ആൽഫബറ്റ് ഒരു ഡെക്കേഡ്സ് ആയിട്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് അവരൊരു ചിപ്പ് ഡിസൈൻ ചെയ്തു. അതിനെ അവർ വിളിക്കുന്നത് ടെൻസോർ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് TPU എന്നാണ് അതിനെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ടെൻസോർ എന്നാണ് അതിനെ എഴുതണമെന്ന് തോന്നുന്നു, ടെനോർ എന്നാണ് അതിനെ വിളിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ള. അപ്പോൾ TPU അതായത് സാധാരണ NVIDIAയുടെ നമ്മുടെ GPU എന്നാണ് പറയുന്നത്, അതായത് ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആ GPU എന്ന് പറയുന്നതാണ് ഇപ്പോൾ വേൾഡ് ഗ്ലോബൽ സെമി കണ്ടക്ടർ ചിപ്പ് മേഖലയിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അതായത്
ആ സാധനം വളരെ കോസ്റ്റ്ലിയാണ്. GPU NVIDIAയുടെ GPU എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഗോൾഡ് സ്റ്റാൻഡേർഡാണ്, മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ചിപ്സ് ഇൻ ദ വേൾഡ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ ആൽഫബറ്റ് ശരിക്കും പറഞ്ഞാൽ 10 കൊല്ലമായിട്ട് അവരുടെ ഇൻറ്റേർണൽ യൂസിന് വേണ്ടി, ഇൻറ്റേർണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ TPUs അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് നവംബർ 2025 അവർ ഇതിൻ്റെ 7th ജനറേഷൻ റിലീസ് ചെയ്തു. എന്നിട്ട് അവർ പറയുക ദിസ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ദ മോസ്റ്റ് കോസ്റ്റ് എഫിഷ്യൻറ്റ് ചിപ്പ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ ഗൂഗിൾ അല്ലെങ്കിൽ ആൽഫബറ്റ് ഇതിൽ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്നറിയോ, ഈ ആൽഫബറ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് പ്ലെയറാണ്. NVIDIA പോലെയോ OpenAI പോലെയല്ല. OpenAIയുടെ കയ്യിൽ എന്തായിരിക്കുന്നത്, ആ സോഫ്റ്റ്വെയർ ആണ്. അതായത് ഏതാണ്, നമ്മൾ ജനറേറ്റീവ് AI സോഫ്റ്റ്വെയർ കോൾഡ് ChatGPT. NVIDIA കയ്യിൽ എന്താണ്, NVIDIAയുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഇല്ല. പകരം അവരുടെ കയ്യിൽ H20, H100, H200 എന്നൊക്കെ പറയുന്ന സെമി കണ്ടക്ടർ ചിപ്സ്, ബ്ലാക്ക്വെൽ ചിപ്സ് ഒക്കെയാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ള, അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ChatGPT അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി പോലത്തെ ജനറേറ്റീവ് AI ഉണ്ടാക്കുന്ന കമ്പനികളെ പറയുന്നു, ഇപ്പുറത്ത് നമ്മൾ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന AMD അല്ലെങ്കിൽ NVIDIA കുറിച്ച് പറയും. ഇങ്ങനെയായിരുന്നു ഇത്രയും നാൾ അമേരിക്കൻ സെമി കണ്ടക്ടർ മേഖല പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ ഗൂഗിൾ പോലത്തെ കമ്പനി വരുമ്പോൾ ഗൂഗിളിൻ്റെ പ്രത്യേകത എന്താണ്, ഗൂഗിളിൻ്റെ കയ്യിൽ ഈ എല്ലാ വാല്യൂ ചെയിനും അതിനകത്ത് ഇൻകോപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഗൂഗിളിനെ നോക്കുകയാണെങ്കിൽ ഗൂഗിളിന് സ്വന്തമായിട്ട് ചിപ്സ് ഉണ്ട്. ഈ TPU എന്ന് പറയുന്ന ചിപ്പ് അവർക്കുണ്ട്. അതുകൂടാതെ അവർക്ക് സ്വന്തമായിട്ട് ഡേറ്റാ സെൻറ്റർ ഉണ്ട്. ആ ഡേറ്റാ സെൻറ്റർ അവർ ശരിക്കും പറഞ്ഞാൽ ആ ഡേറ്റാ സെൻറ്ററിൽ അവരുടെ ഗൂഗിൾ ക്ലൗഡ് ഹോസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് ജെമൈനി എന്ന് പറയുന്ന ജനറേറ്റീവ് AI റൺ ചെയ്യുന്നു. നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ജെമൈനി ഉണ്ട്, ഗൂഗിളിൽ ജെമൈനി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ജെമൈനി 3 വന്നു, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ AI ആണെന്ന് പറയുന്നു. അത് കൂടാതെ തന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അതറിയാമല്ലോ, നമുക്ക് യൂട്യൂബ് ഉണ്ട്. ഇത് മാത്രമല്ല ഇവർക്ക് ഗൂഗിൾ ഡോക്സ് ഉണ്ട്, Gmail ഉണ്ട്. അതായത് ഏതാണ്ട് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ്, വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ്, ഫുൾ സ്റ്റാക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊവൈഡറായിട്ട് ഗൂഗിൾ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ TPUവിനെ കുറിച്ച് വളരെ, അതായത് എനിക്ക് തോന്നുന്നു ഈ 7th ജനറേഷൻ ഇതിൽ കൂടെ വളരെ കോസ്റ്റ് അഡ്വാൻറ്റേജും വളരെ എഫിഷ്യൻറ്റും ആണെന്നാണ് പറയുന്നത്. ഇത് വരുന്നതോടുകൂടിയുള്ള പ്രത്യേകത എന്താണ്, ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ NVIDIA ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. നൗ NVIDIA's പൊസിഷൻ ഈസ് ബീങ് ചലഞ്ച്ഡ് ബൈ ഗൂഗിൾ, അല്ലെങ്കിൽ ആൽഫബറ്റ് അതിനെ ചലഞ്ച് ചെയ്ത് കൊടുത്തു. അത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അടുത്ത കാലത്ത് ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു പബ്ലിക്കേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റ ഈസ് ഇൻ ഡിസ്കഷൻ വിത്ത് ഗൂഗിൾ ടു യൂസ് ഇറ്റ്സ് AI ചിപ്സ്. അതായത് ഈ TPU എന്ന് പറയുന്ന സാധനം മെറ്റ ഉപയോഗിക്കും എന്നുള്ള ഒരു ന്യൂസ് അവർ റിപ്പോർട്ട് ചെയ്തെന്ന് ഒരു പബ്ലിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള. അതായത് മെറ്റ എനിക്ക് തോന്നുന്നു ഈ ഗൂഗിൾ ക്ലൗഡ് 2026 മുതൽ ഗൂഗിൾ ക്ലൗഡ് അവർ റെൻ്റ് ചെയ്യാനുള്ള സാധ്യത ഈ പബ്ലിക്കേഷൻ പറയുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവരുടെ ഡേറ്റാ സെൻറ്റർ എനിക്ക് തോന്നുന്നു 2027 ആകുമ്പോഴത്തേക്കും മെറ്റയുടെ ഡേറ്റാ സെൻറ്ററിൽ ഈ TPUs ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ആൽഫബറ്റിൻ്റെ ചിപ്പ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഡിഫൈനിങ് മൊമെൻറ്റ് ഇൻ ദ AI ഇൻഡസ്ട്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റപ്ഷൻ പോലെ വന്നിരിക്കുന്നു എന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞു ഈ ഹാർഡ്വെയറിന്, AI ഹാർഡ്വെയറിൽ നിന്ന് എന്നാണോ US ക്രൗഡഡ് ട്രേഡ് മാറി സോഫ്റ്റ്വെയറിലേക്ക് പോകുന്നത്, അന്നായിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ IT കമ്പനീസിന്റെ റെലവൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ടോട്ടൽ ഒരു ട്രേഡ് സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ 2 പ്രാവശ്യമായിട്ട് 2-3 പ്രാവശ്യമായിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് NVIDIA എന്ന് പറയുന്നതിനെ മാറി സോഫ്റ്റ്വെയറും കൂടെ ഉള്ള, അങ്ങനെ സോഫ്റ്റ്വെയറും ഡിസൈനും ചെയ്യാൻ പറ്റുന്ന, ജനറേറ്റീവ് AIയും കൂടെ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള കമ്പനി അവർ ചിപ്പും കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു ഷിഫ്റ്റ് ചെറുതായിട്ട് സംഭവിക്കുന്ന പോലെ തോന്നുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗൂഗിൾ നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ആന്ത്രോപ്പിക് എന്ന് പറയുന്ന കമ്പനിയായിട്ട് അവർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മെറ്റയും കൂടെ NVIDIA യൂസ് ചെയ്യാൻ പോകുന്നു പറയും. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു വയ്ക്കുമ്പോൾ ഞാൻ ഇതിനെ പാരലി കണ്ട ഒരു കാര്യം എന്നറിയോ, നമ്മുടെ ലെജൻഡറി ഇൻവെസ്റ്ററായ വാറൻ ബഫെ ഉണ്ടല്ലോ, വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേയുടെ ഒരു ഡിസ്ക്ലോഷർ വന്നിരുന്നു. അതായത് $4.3 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ആൽഫബറ്റ്, അതായത് ഗൂഗിളിൽ വാറൻ ബഫെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് പുറത്ത് കിട്ടിയിരുന്നല്ലോ. ഈ വാറൻ ബഫെ അറിയാമല്ലോ, നമുക്ക് ഈ മോട്ടുള്ള ബിസിനസ്സേ വാറൻ ബഫെ നോക്കുള്ളൂ. അതായത് ഒരു ബാരിയർ ഓഫ് എൻട്രി ഉള്ള, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള, അതായത് വേറൊരാൾക്ക് ഈ ബിസിനസ്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്നത്, അതായത് ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടെ ചേർന്ന് വന്ന് അതിൻ്റെ ഫ്രണ്ട് എൻഡായ
ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള യൂട്യൂബ് പോലെ കമ്പനിയുള്ള ഈ ഗൂഗിൾ അല്ലെങ്കിൽ ആൽഫാബെറ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് നേരത്തെ ഈ പറയുന്ന പോലെ വാറൻ ബഫെ മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് തന്നെ ഇന്നലെ US മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആൽഫാബെറ്റ് 4.2% അപ്പായിരുന്നു. അറ്റ് ദ സെയിം ടൈം സ്റ്റോക്സ് ലൈക്ക് എൻവിഡിയ അല്ലെങ്കിൽ AMD ഒക്കെ ഏതാണ്ട് 4% അടുപ്പിച്ചു കഴിഞ്ഞു ഒക്കെ ഏതാണ്ട് ഡൗൺ ആയിരുന്നു എന്നുള്ള. അപ്പോൾ AI കോമ്പറ്റീഷൻ ഈസ് ഹീറ്റിംഗ് അപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഫുൾ സ്റ്റാക്ക് പ്ലെയർ ഗൂഗിൾ ഈസ് ഇൻ. ദാറ്റ് മൈറ്റ് ചേഞ്ച് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ AI ഇൻഡസ്ട്രി ഓൾ ടുഗദർ. ലെറ്റ് സി ഹൗ ഇറ്റ് വിൽ സ്പാൻ ഔട്ട് എന്നുള്ള. പിന്നെ ട്രഷറി ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോണ്ട് ഈൽഡ് ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ലേബർ ഡേറ്റ എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അതായത് പ്രൈവറ്റ് കമ്പനീസിൽ എത്ര പേര് ജോലി എടുക്കുന്നു, എത്ര പേര് ജോലി പോയി, എത്ര പേര് റിക്രൂട്ട് ചെയ്യുന്നു, അവരുടെ വേജസ് എന്താണ്, സാലറി എന്താ, ഇതൊക്കെ കാണിക്കുന്ന ഡേറ്റയാണ് പ്രൈവറ്റ് ലേബർ ഡേറ്റ എന്ന് പറയുന്നത്. ആ പ്രൈവറ്റ് ലേബർ ഡേറ്റ കൊണ്ടാണെന്ന് തോന്നുന്നു ബോണ്ട് ഈൽഡ് ഒന്ന് വീക്കർ ആയിരുന്നു. അതായത് US 10-year ബോണ്ട് ഈൽഡ് 4 തന്നെ നിൽക്കുന്നു എന്ന്, അതായത് 4% തന്നെ നിൽക്കുന്നുള്ള. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇതിനകത്തേക്ക് ഹാൻഡ് ഓവറിൽ ഞാൻ വരുന്നത്. ഈ ഹാൻഡ് ഓവറിലൊന്നും ഇപ്പം നമ്മൾ നോക്കിയിട്ട് വലിയ പ്രശ്നമില്ല. എന്നാൽ നമ്മളിപ്പോൾ നോക്കുന്നത് ബ്രന്റ് ക്രൂഡ് അറ്റ് അറൌണ്ട് $62 പെർ ബാരൽ. എന്തായിരിക്കും കാരണം? വിഷ്ണു പറഞ്ഞ പോലെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു പീസ് ടോക്ക് ഒരു സൈഡിൽ നടക്കുന്നു എന്നുള്ള. അത് ഏതാണ്ട് നടന്നു കഴിഞ്ഞാൽ ഓയിലിന് ചെറിയൊരു പ്രഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അതിൽ രസകരമായിട്ടുള്ള സാധനം ഇവിടെയാണ് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ടത്. JP Morgan അല്ലേ, JP Morgan എന്ന് പറഞ്ഞാൽ ഫോറിൻ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, അവരുടെ ഒരു ബോൾഡ് പ്രഡിക്ഷൻ, അതായത് ബൈ 2027 അവസാനത്തോടു കൂടി ബ്രന്റ് ക്രൂഡിൻ്റെ പൈസ $30 പെർ ബാരൽ വരും. അതായത് $30 പെർ ബാരലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതിനവർ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ ഓയിലിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുന്നുണ്ട്. പക്ഷേ ആ ഡിമാൻഡ് കൂടുന്ന പേസിനെക്കാട്ടിലും കൂടുതലാണ് സപ്ലൈയുടെ ഗ്രോത്ത് കൂടുന്നത്. അപ്പോൾ സപ്ലൈ ഗ്രോത്ത് ഈസ് ഓവർടേക്കിംഗ് ദ ഡിമാൻഡ് ഗ്രോത്ത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത്. അതിന് അവർ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ OPEC പ്ലസ് അല്ലാത്ത കൺട്രീസ്, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക, ദെൻ ബ്രസീൽ അല്ലെങ്കിൽ കാനഡ, അവരൊക്കെ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു എന്നുള്ള. അതായത് സപ്ലൈ അഡീഷൻസ് ഗ്രോത്തിനെക്കാട്ടിലും 3 times കൂടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ മോർ സപ്ലൈ, ഡിമാൻഡ് കൂടുന്നുണ്ട്, പക്ഷെ അതിനേക്കാളിലും 3 times കൂടുതലാണ് സപ്ലൈ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയാൻ പോകുന്നത്. ഇതാർക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രീസിനാണ്. ഓയിൽ പ്രൈസസ് ഡൗൺ ആയാൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഇമ്പോർട്ട് ചെയ്യും. അത് ഏതാണ് കൺട്രി? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ ഇമ്പോർട്ട്സ് 80% ഓഫ് ഇറ്റ്സ് ഓയിൽ റിക്വയർമെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാര്യം ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റോ മെറ്റീരിയൽ എന്താണെന്നറിയോ? 2 ഇൻപുട്ടുകൾ അല്ലെങ്കിൽ 2 റോ മെറ്റീരിയൽ. ഒന്ന് ഓയിൽ. നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിക്കും നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കൺസംഷൻ സ്റ്റോറി ആയാലും ശരി, നമ്മുടെ സിമെൻറ്റ് ഫാക്ടറീസ് ആയാലും ശരി, ഫെർട്ടിലൈസേഴ്സ് ആയാലും ശരി, ഓയിൽ ഇൻപുട്ടാണ് ഇമ്പോർട്ടൻ്റ്. ആ ഓയിലിന് വില കുറയാനുള്ള ഗുണം അറിയാലോ, അതിൻ്റെ ബെനിഫിറ്റ് ഒന്ന്. രണ്ടാമത് നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്ന സാധനം എന്താ? കോസ്റ്റ് ഓഫ് മണി, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ എടുക്കുന്ന ആ നിരക്ക് എത്രയാണെന്നുള്ളത്. പലിശ നിരക്ക് കുറയുകയും ക്രൂഡിൻ്റെ പ്രൈസ് കുറയുകയും കൂടെ ചെയ്താൽ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ കൺട്രി ലൈക്ക് ഇന്ത്യ, ഇന്ത്യൻ കൺസ്യൂമേഴ്സ് ആൻഡ് ഇന്ത്യൻ കമ്പനീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്രൂഡ് $30 പെർ ബാരലിലേക്ക് വരുന്നതാണ് JP Morgan പറയുന്നത്. ബട്ട് ഇതിലൊരു ക്യാവിയറ്റ് ഉണ്ട്. ഇതവരൊരു പ്രഡിക്ഷൻ അത് പറഞ്ഞെങ്കിലും അതേപോലെ വർക്കൗട്ട് ചെയ്യണമെന്നില്ല. കാര്യം നമുക്കറിയാം, ഒരു പരിധി കൂടുതൽ ഓയിൽ താഴേക്ക് പോകുമ്പോൾ OPEC പ്ലസ് കൺട്രീസും നോൺ OPEC പ്ലസ് കൺട്രീസും എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കട്ട് ചെയ്യും അല്ലേ? പ്രൊഡക്ഷൻ കട്ട് ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യും? അവർ സപ്ലൈ അങ്ങ് കുറയ്ക്കും. കാര്യം അവരുടെ കയ്യിൽ അതിൻ്റെ സ്വിച്ച് ഉണ്ട് എന്നുള്ള. അവർ പ്രൊഡക്ഷൻ കുറച്ച് കഴിയുമ്പോൾ ലെസ് സപ്ലൈ ഇൻ ടു ദ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ പ്രൈസസ് തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഓവറോൾ ട്രെൻഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ JP Morgan റിപ്പോർട്ട് കൂടാതെ തന്നെ നമ്മളൊരു കോമൺ സെൻസിൽ നോക്കുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നതോടുകൂടി ദാറ്റ് വിൽ പുട്ട് പ്രഷർ ഓൺ ഓയിൽ എന്നുള്ളതാണ്, വിച്ച് കുഡ് ഓഗർ വെൽ ഫോർ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യൻ കൺസ്യൂമേഴ്സ് ആൻഡ് ഇന്ത്യൻ കമ്പനീസ് എന്നുള്ളതാണ് നമ്മുടെ ലാർജർ ട്രേഡ് സെറ്റപ്പ്. അപ്പോൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിൽ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അത് ഓയിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. പിന്നെ ഫെഡിൻ്റെ റേറ്റ് കട്ടിനുള്ള ചാൻസസ് ഇപ്പോഴും ഉണ്ട്. അതായത് സ്റ്റീഫൻ മിറാൻ കോൾസ് ഫോർ എ ലാർജർ റേറ്റ് കട്ട് എന്നുള്ള. പക്ഷേ ഈ സ്റ്റീഫൻ മിറാൻ എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു നോമിനി ആയിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത് എന്നുള്ളത് നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ന്യൂയോർക്കിൻ്റെ ഫെഡ് പ്രസിഡൻ്റായ ജോൺ വില്യംസും പറഞ്ഞിട്ടുണ്ട് റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ
ജോൺ വില്യംസ് എന്ന് പറഞ്ഞാൽ ജെറോം പവലായിട്ട് നല്ല ബന്ധമുള്ള ഫെഡ് ചെയർപേഴ്സണായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റീഫൻ മിറാൻ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ആളാണ്. ഇവർ രണ്ടുപേരും അങ്ങനെ പറയണമെങ്കിൽ ദ ചാൻസസ് ഓഫ് റേറ്റ് കട്ട് ഇസ് വെരി ഹയർ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആ ടൂൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ദ ഓഡ്സ് ഓഫ് ഡിസംബർ FOMC മീറ്റിലെ റേറ്റ് കട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 85% ഓഫ് ദ റെസ്പോണ്ടൻസ് ഫീൽ ഓർ ദ പാർട്ടിസിപ്പൻസ് ഫീൽസ് ദാറ്റ് ദെയർ വിൽ ബി എ റേറ്റ് കട്ട് കമ്മിങ് ഇൻ ഡിസംബർ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി, അതായത് മെയ് 2026 ജെറോം പവലിൻ്റെ ടെന്യൂർ അവസാനിക്കുകയാണ്. അതിന് പകരമായിട്ട് ആര് വരും എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സോഴ്സസ് അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത് NECയുടെ ഡയറക്ടറായിട്ടുള്ള കെവിൻ ഹാസറ്റ് ആയിരിക്കാം അടുത്ത ഫെഡ് ചെയറിനെ ഹെഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ട്രംപിൻ്റെ ആളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ട്രംപ് പറഞ്ഞു അടുത്ത ആൾ പവൽ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഞങ്ങളവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാസീവായിട്ടുള്ള റേറ്റ് കട്ട് കൊണ്ടുവരും, അമേരിക്കയെ ഗ്രോ ചെയ്ത് വി വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്ലഡ്ജ് എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, US-ന്റെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഏതാണ്ട് പല പ്രൈവറ്റ് കമ്പനീസിലും $10 10 ബില്യണോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ നാഷണൽ സെക്യൂരിറ്റി എന്നാണ് അവർ പറയുന്നത്. എന്താണെന്നറിയോ, ചൈനീസ് മോഡൽ. അതായത് ചൈന, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഓപ്പണിംഗ് ഹൗസിൽ പറഞ്ഞു, ചൈന അവിടുത്തെ പ്രൈവറ്റ് കമ്പനിക്ക് കാശ് കൊടുത്ത് ലോകത്തെമ്പാടും അസറ്റ്സ് മേടിക്കാൻ സഹായിക്കുന്നു. ഈവൻ ഹുവാവൈ എന്ന് പറയുന്ന കമ്പനിയെ തന്നെ ചൈനീസ് ഗവൺമെൻറ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിലും ഈ മൊബൈൽ ടെക്നോളജിയുടെ കേസിലും ഒക്കെ. അതേപോലെ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള അസറ്റ്സിൽ ഞങ്ങൾക്ക് സ്റ്റേക്ക് എടുക്കണം അമേരിക്കയിൽ തന്നെ. അതായത് ഗവൺമെൻറ് സപ്പോർട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളവരാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീൽ കമ്പനീസ്, മിനറൽ കമ്പനീസ്, ന്യൂക്ലിയർ എനർജി കമ്പനീസ്, സെമി കണ്ടക്ടർ കമ്പനീസ്. ഇപ്പോൾ നമ്മൾ നോക്കുക സ്റ്റീൽ കമ്പനീസിൽ US സ്റ്റീലിൽ അമേരിക്കൻ ഗവൺമെൻറ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. മൈനിങ് കമ്പനിയായ MP മെറ്റീരിയൽസ്, ട്രൈലജി മെറ്റൽസിലൊക്കെ വരുന്നുണ്ട്. ലിത്യം അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ചിപ്പ് കമ്പനിയായ ഇൻഡലിൽ 9.9% സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. വൾക്കൻ എലമെൻറ്റ്സ്, എലമെൻറ്റ് ടെക്നോളജീസ് ഒക്കെ, അതായത് വെസ്റ്റിംഗ് ഹൗസിംഗ് എന്ന് പറഞ്ഞ കമ്പനി ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള കമ്പനിയാണ്, അവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഒരു സ്ട്രാറ്റജിക് അസറ്റായിട്ട് ഒരു സെക്യൂർ ചെയ്യാനായിട്ട് അമേരിക്ക ഒരു മൂവ് നടത്തുന്നുണ്ട്. പിന്നെ ട്രംപ് ബീങ് ട്രംപ് കോൺട്രവേഴ്സി അവിടെയുണ്ട്. അവിടെ പറയുന്നത് വെച്ചാൽ ഈ MP മെറ്റീരിയൽസ് ആൻഡ് മൈനിങ് കമ്പനി എന്ന് പറയുന്ന മൈനിങ് കമ്പനി ഉണ്ടല്ലോ, ഏതാണ്ട് അതിലേക്ക് US ഗവൺമെൻറ് $400 million ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ കമ്പനി വളരെ സ്ട്രഗിൾ ചെയ്താണ് പ്രോഫിറ്റ് വന്ന്. അപ്പോൾ ഇതൊരു ബെയിൽ ഔട്ട് ആണോ എന്നുള്ളൊരു സംസാരവും കൂടെ വരുന്നുണ്ടെന്നുള്ള. ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ, അദ്ദേഹം എന്ത് ചെയ്യണമെങ്കിലും ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അദ്ദേഹം എവിടെ ചെല്ലുന്നു ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യമാണ്, അതായത് വാല്യുവേഷൻ ടൂൾ, അതായത് EV to EBITDA, അതായത് EV to EBITDA എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാല്യുവേഷൻ ടൂളുണ്ട്. ടെക്നിക്കലാണെന്ന് എനിക്കറിയാം. EV എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് വാല്യൂ എന്നാണ് അർത്ഥം. ആ എൻ്റർപ്രൈസ് വാല്യൂവിനെ നമ്മൾ കണക്കൂട്ടുന്നത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കൂടെ അതിൻ്റെ ഡെപ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ക്യാഷ് എടുത്ത് മാറ്റുമ്പോൾ എൻ്റർപ്രൈസ് വാല്യൂ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരും. അതുകൂടാതെ തന്നെ നമ്മൾ എബിറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ, ടാക്സ്, ഇൻട്രസ്റ്റ് ആൻഡ് അമോർട്ടൈസേഷൻ. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്, D എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ, T എന്ന് പറയുന്നത് ടാക്സ്, A എന്ന് പറയുന്നത് അമോർട്ടൈസേഷൻ. EBITDA ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, ടാക്സ് ആൻഡ് അമോർട്ടൈസേഷൻ. അതിനെ നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റർപ്രൈസ് വാല്യൂവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കമ്പനി ജനറേറ്റ് ചെയ്യുമല്ലോ, അത് ജനറേറ്റ് ചെയ്ത് എപ്പോഴാണ് എൻ്റർപ്രൈസ് വാല്യൂ ആവുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് നമ്മളൊരു പൈസ ഇട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് റിട്ടേൺ കിട്ടും. ആ റിട്ടേൺ എത്ര കൊല്ലം കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടുന്നത് എന്നുള്ളൊരു ടൂൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദ ടൂളാണ്. നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാര്യം നമ്മൾ ഇതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വർക്കിംഗ് ക്യാപിറ്റലൊന്നും EV to EBITDA നമ്മൾ എടുക്കുന്നില്ല എന്നുള്ള. പക്ഷേ EV to EBITDA ഈസ് എ ടൂൾ. അതിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ EV to EBITDA 20 ആണ് ഒരു സൈഡിൽ, വേറൊരു സ്ഥലത്ത് EV to EBITDA 5 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും EV to EBITDA 5 എന്ന് പറയുന്നത് ചീപ്പർ കമ്പനിയാണ്, മറ്റേത് ഹയർ ആണെന്ന് ജസ്റ്റ് ഫിഗർ മാത്രം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുക. അത് മാത്രമല്ല ഒരു സെക്ടറിലെ ആ സെക്ടറിലെ എല്ലാ സ്റ്റോക്സിനും EV to EBITDA 10 ആണ്. എന്നാൽ നമ്മൾ നോക്കുന്ന കമ്പനിക്ക് EV to EBITDA 6 ആണെങ്കിൽ നമ്മൾ പറയും ആ സെക്ടറിൽ ഈ കമ്പനി അണ്ടർ വാല്യൂഡ് ആണെന്ന് നമ്മൾ പറയാറുണ്ടെന്നുള്ള. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞ് ഞാനൊന്ന് മാറാം. അതായത് ഇന്ത്യയുടെ ന്യൂ ഏജ് ടെക്നോളജി സ്റ്റോക്സും ഞാൻ US സ്റ്റോക്സും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ഗ്ലോബൽ AI കമ്പനീസ്, ഗ്ലോബൽ അമേരിക്ക മാത്രമല്ല, അവരുടെ EV to EBITDA ആണ് ഞാൻ പറയുന്നത്. NVIDIA 42.37, ആപ്പിൾ 27.6, ഗൂഗിൾ 7.2, ആൽഫബറ്റിൻ്റെ കാര്യമാണ്, സാംസങ് 5.75, ആലിബാബ 13.45,
10 cents 19.03. ഇതാണ് നമ്മൾ പറഞ്ഞതിൽ 42 മുതൽ 7 വരെ നമ്മൾ പറഞ്ഞ EV to EBITDA ഫിഗറാണ് ഈ കമ്പനികളിൽ. എന്നാൽ നമ്മുടെ ഇവിടെ പ്യുവർ പ്ലേ AI സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്ത സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൺറൈസ് സെക്ടറായിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജി കമ്പനിയായ അർബൻ കമ്പനി ഞാൻ നോക്കുമ്പോൾ അതിന് EBITDA നെഗറ്റീവാണ്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആ കമ്പനിക്കില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല. അതായത് സ്വിഗ്ഗി നോക്കുമ്പോഴും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇല്ല, നോക്കിയിട്ട് കാര്യമില്ല. സൊമാറ്റോ 156, ഫിസിക്സ് വാല 131, നൈക്ക 129, പേടിഎം 91.5, ലെൻസ് കാർഡ് 60.4, കാർ ട്രേഡ് 50.5, ഗ്രോ 40. എന്നാൽ നമ്മൾ ഇപ്പുറത്ത് അമേരിക്കയിൽ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഫേമസ് കമ്പനിയാണ് NVIDIAക്ക് പോലും 42 മാത്രമേ. ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് കമ്പനി ഗൂഗിൾ നോക്കുകയാണെങ്കിൽ 7.2. അപ്പോൾ ഒന്ന് ആലോചിച്ചു ഇന്ത്യ US കമ്പനീസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ EV to EBITDA എന്ന് പറയുന്ന ടൂൾ. ഇതൊരു കോംപ്രിഹെൻസീവ് ടൂൾ അല്ല, വൺ ഓഫ് ദ ടൂൾ എമംഗ് മെനി ടു ഫൈൻഡ് എ വാല്യുവേഷൻ ഓഫ് എ ബിസിനസ്. ഞാനത് സിമ്പിൾ രീതിയിൽ പറഞ്ഞു തന്നാൽ എത്രത്തോളം എബിറ്റ ത്രോ ചെയ്യണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ത്രോ ചെയ്യണം എൻ്റർപ്രൈസ് വാല്യൂ എത്താൻ എന്നുള്ള ഒരു കണക്കാണ് കാണിക്കുന്നത് എന്നുള്ള ഞാനൊന്ന് സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. OTV വിഷ്ണു, നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. സുരേഷ് സാർ, ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്ന് ഏത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഏത് ബിസിനസ്സാണ് നമുക്കിന്ന് പങ്കുവെക്കാനുള്ളത് പ്രേക്ഷകർക്കായിട്ട്? വിഷ്ണു, നമ്മൾ സാധാരണ ഈ അമേരിക്കയിലും കാനഡയിലും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാസ്കറ്റ്ബോളൊക്കെ അറിയാമല്ലോ. അത് കൂടാതെ തന്നെ അവർക്ക് വളരെ പോപ്പുലറായിട്ട് വരുന്നത് ഫുട്ബോൾ, അതായത് അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറയും. ഏതാണ്ട് റഗ്ബി പോലെ തന്നെ, പക്ഷേ അത് ഹെൽമെറ്റും പ്രൊട്ടക്റ്റീവ് ഗിയറും ഒക്കെ ഇട്ട് കളിക്കുന്ന ഒരു അമേരിക്കൻ ഫുട്ബോൾ. അതിന് നമ്മൾ NFL എന്നാണ് പറയുന്നത്, NFL സീസൺ. അപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ, അത് കൂടാതെ തന്നെ ബേസ്ബോൾ, ഈ രണ്ടും അമേരിക്കയിൽ വളരെ പോപ്പുലറാണ്, ഈ രണ്ട് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ ഫുട്ബോളിൻ്റെ സീസൺ, അതായത് ഈ അമേരിക്കൻ ഫുട്ബോളിൻ്റെ സീസൺ ഏതാണ്ട് ഫെബ്രുവരിയോടുകൂടി അവസാനിക്കും. പിന്നെ ബേസ്ബോളിൻ്റെ സീസൺ തുടങ്ങുന്നത് ഏതാണ്ട് ഏപ്രിൽ മുതലാണ്. അപ്പോൾ ഈ ഫെബ്രുവരി ഏപ്രിലിനും ഇടയ്ക്ക് ഒരു സാധാരണ ലാർജ് സ്റ്റേഡിയംസ് ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ആ ലാർജ് സ്റ്റേഡിയംസിലൊക്കെ ഇവർ പ്രത്യേകിച്ച് വേറൊരു ഈവൻ്റാണ് ഈ അമേരിക്കയിലും കാനഡയിലും കാണാറുള്ളത്. ഈ രണ്ട് സീസണിൻ്റെയും ഇടയ്ക്ക് കിട്ടുന്ന ആ ലീൻ പീരീഡിലാണ് നടക്കുന്നത്. സാധാരണ നമ്മൾ അതിനെ കൂടുതലും ഈ സ്റ്റേഡിയങ്ങൾ യൂസ് ചെയ്യുന്നത് മോൺസ്റ്റർ ജാം ഈവൻറ്റ് എന്നുള്ളൊരു പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ്. മോൺസ്റ്റർ ജാം ഈവൻ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു പക്ഷേ നമ്മൾ പ്രേക്ഷകർ കണ്ടാണ്. അതായത് ചില ട്രക്കുകളില്ലേ, മോൺസ്റ്റർ ട്രക്സ്, വലിയ വീലും വലിയ സൈസും ഒക്കെ ഉള്ള കുറേ ട്രക്കിൻ്റെ ഡിസ്പ്ലേസ് ആണ്. അതിൽ റേസിംഗ് ഉണ്ട്, പിന്നെ 2 വീലിൽ മാത്രം നിന്നുള്ള പ്രകടനങ്ങളുണ്ട്, പിന്നെ ഫ്രീ സ്റ്റൈൽ പ്രകടനങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഈ മോൺസ്റ്റർ ട്രക്സിൻ്റെ ഒരു ഷോ ഓഫ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻസ് ഒക്കെ തന്നെയാണ് ഈ മോൺസ്റ്റർ ജാം ഈവൻറ്റിൽ നടക്കുന്നതെന്നുള്ള. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മോൺസ്റ്റർ ട്രക്സ് എന്നൊക്കെ നോക്കിയാൽ നമുക്കറിയാം. അതായത് 4 വലിയ ടയർ, അതിൻ്റെ മുകളിലായിരിക്കും ആ ട്രക്കിൻ്റെ ആ ബോഡി റെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ഇതിനെ കാണാൻ നേരത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. ആ വാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഹെവി ഡ്യൂട്ടി ട്രക്കിന് എപ്പോൾ നോക്കിയാലും ഹെവി ഡ്യൂട്ടി ടയേഴ്സ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ പുറത്തുള്ള ഏതെങ്കിലും ഈവൻറ്റിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ഇന്ത്യൻ കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാര്യം അതൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഈ ഈവൻറ്റിൽ ഈ റേസിംഗ് ഒക്കെ നടക്കുമ്പോൾ അവരുടെ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയും. അതായത് വണ്ടി വന്ന് ടയർ മാറ്റണ സ്ഥലത്ത് കുറേ ടയറൊക്കെ അടുക്കി വെച്ചേക്കും. അതുമാത്രമല്ല, ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ടയറിലൊക്കെ ഇതിൻ്റെ ലോഗോ വളരെ ക്ലിയർ ആയിട്ട് കാണും എന്നുള്ളതാണ്. അവിടെ എപ്പോൾ നോക്കിയാലും നമ്മൾ BKT, B for ബോംബെ, K for കുവൈറ്റ്, T for ട്രിവാൻഡ്രം, അങ്ങനെ BKT എന്ന് പറയുന്ന ഒരു 3 ലെറ്റർ വേർഡ് നമ്മൾ എപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ ടയറുകളൊക്കെ ഈ ടയറുകളെ നമ്മൾ പറയണത് എന്താ? ഓഫ് ഹൈവേ ടയേഴ്സ്, OHT, ഓഫ് ഹൈവേ. അതായത് നമ്മൾ നേരായിട്ടുള്ള റോഡുകളിലല്ല, അല്ലാത്ത സമയം ഡേർട്ട് ട്രാക്കുകളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് മറ്റേ സാൻഡ്, അതായത് മണലും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, പിന്നെ മൈനിങ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഓഫ് ഹൈവേ ടയേഴ്സ് എന്നുള്ള രീതി പറയുന്നത്. ഇതിന് നല്ല ഡീപ്പറായിട്ട്, ഈ ടയറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഡീപ്പറായിട്ടുള്ള ട്രെഡ്സ് ആയിരിക്കും, വൈഡ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ട്രെഡ്സ് ആയിരിക്കും, സ്ട്രോങ്ങർ സൈഡ് വാൾസ് ആയിരിക്കും, ഈ ഡബിൾ ഒരു റബ്ബർ ഡ്യൂറബിൾ കോമ്പൗണ്ട് ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ വളരെ പ്രത്യേകതയായിട്ടുള്ള ഒരു ടയറാണ് ഇത് എന്നുള്ളതാണ് മോൺസ്റ്റർ. അപ്പോൾ ഈ മോൺസ്റ്റർ ട്രക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ബ്രാൻഡ് നെയിം BKT എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ BKTയുടെ പേര് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, പെട്ടെന്ന് നമ്മൾ യൂട്യൂബിൽ നിന്ന് ചാനൽ മാറ്റി ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് കാണുമ്പോഴേ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള 1 ഡേ ഇൻ്റർനാഷണലിലും
T20യിലും നമ്മൾ 4ഉം 6ഉം ഒക്കെ പോകാൻ നേരത്ത് ആ സൈഡ് വാൾസിൽ കംപ്ലീറ്റ് അഡ്വർടൈസിങ്ങിൽ കംപ്ലീറ്റ് നമ്മൾ ഈ BKTയുടെ ഇത് കേൾക്കാം എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ KFC ബിഗ് ബാഷ് ലീഗ് ഉണ്ട് ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റ്, അതിലും ഒരു ടൈറ്റിൽ സ്പോൺസറായിട്ട് ഈ BKTയുടെ പേര് കാണാം എന്നുള്ള. അതുമാത്രമല്ല ഈ IPLന്റെ T20 ടീംസായിട്ട് പല ടീമുകളിലെയും ഇവർ BKT എന്ന് പറയുന്നത് ഒരു കോ ബ്രാൻഡിങ് ഇവർ ചെയ്യാറുണ്ട്. ഞാൻ നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസിലൊക്കെ ഈ BKT പേരുണ്ട്. അപ്പോൾ BKT എന്ന് പറയുന്നത് ഫുട്ബോൾ ആയിട്ടും ഉണ്ട്. അതായത് ഇറ്റലിയിലെയും ഫ്രാൻസിലെയും ചില ഫുട്ബോൾ ലീഗ്സിലും ഇവർ ഇൻവോൾവ് ആണ് എന്നുള്ള. പിന്നെ സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലീഗയുടെയും ഒറിജിനൽ ഗ്ലോബൽ പാർട്ട്ണർ എന്ന് പറയുന്നത്, ശരിക്കും ഒഫീഷ്യൽ ഗ്ലോബൽ പാർട്ട്ണർ എന്ന് പറയുന്നത് BKT ആണ്. ഇതുകൂടാതെ പ്രോ കബഡിയുടെ ഒരു ലീഗ് ഉണ്ട്. IPL ക്രിക്കറ്റ് നടത്തുന്ന പോലെ കബഡിയുടെ ലീഗ് ഉണ്ട്. അതിലും നമ്മൾ ഈ BKT പേര് കേൾക്കാന്നുള്ള. ഈ BKT എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതേപോലുള്ള ഒരു ഇന്റർനാഷണൽ ഒരു ഡൊമൈനിൽ ഒരു ഇന്ത്യൻ കമ്പനിയും വളരെ നല്ല പ്ലെയർ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് BKT എന്നുള്ള പേര് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കുന്നത്. ആ BKT ആണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ആ ബിസിനസിന്റെ ആ ഫുൾ നെയിമാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ടയർ കമ്പനി എന്ന് പറയുന്നത്. ഇവരെ ക്ലയന്റ് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ JCB, കാറ്റർപില്ലർ, ജോൺ ഡിയർ, കുബോട്ടോ, കേസ്, സെയിം, ന്യൂ ഹോളൻഡ്, ടെറക്സ്, ഗ്രീവ്സ്, ഫെറാറി, ഇവരൊക്കെ ഇവരെ ക്ലയൻസ് ആണ്. അതായത് ഒരുമാതിരി വലിയ കമ്പനികളൊക്കെ ഇവരെ ക്ലയന്റ് ആണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് ഹൈവേ ടയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി ചില കമ്പനികൾ മാത്രമേ ചെയ്യുള്ളൂ. ലാർജ് കമ്പനീസായ ഈ പറയുന്ന പോലെ മിച്ചലിൻ, അതായത് ഫ്രാൻസിൻ്റെ മിച്ചലിൻ, അമേരിക്കയുടെ ഗുഡിയർ, ജപ്പാൻ്റെ ബ്രിഡ്സ്റ്റോൺ, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 3 പ്ലെയേഴ്സ്. അവർ ഏറ്റവും കൂടുതൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ, അതായത് കമ്പനിക്ക് ഡയറക്റ്റായിട്ട് ആ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ഈ വീല് ഫിറ്റ് ഇവരെ ടയർ ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നുള്ള. പക്ഷേ റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റ്, അതായത് നമ്മൾ ടയർ മാറ്റുമല്ലോ, ഈ 4-5 ഈ ഓഫ് റോഡ് ടയേഴ്സ്, മൈനിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന വണ്ടികളുടെ ടയേഴ്സ്, സാൻഡ് റിസോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടയേഴ്സൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ മാറ്റുമ്പോഴാണ് ഈ BKT പോലുള്ള കമ്പനിക്ക് വരുന്നത് എന്നുള്ളതാണ്. കൂടുതലും അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, മൈനിങ് ഇൻഡസ്ട്രി, അഡ്വഞ്ചർ സ്പോർട്സ്, ഡെസേർട്ട് സ്പോർട്സിനൊക്കെയാണ് കൂടുതലും ഈ ടയർ യൂസ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 1600 കോടി രൂപയാണ് FY 24-25 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1628 കോടിയാണ്. ഇവർക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് തന്നെ 3150 കോടി ഇവരുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ പറയാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് 2 ന്യൂസ് ഉണ്ട്. അതായത് ഇത്രയും നാൾ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഈ ഓഫ് ഹൈവേ ടയേഴ്സാണ്. ഇപ്പോൾ അവർ ഓൺ റോഡ് ടയേഴ്സിലേക്ക് കയറുന്നു, അതായത് മറ്റുള്ള ഇൻഡസ്ട്രി ജനറൽ രീതിയിലേക്ക് കയറുന്നു എന്നുള്ള. എനിക്ക് തോന്നുന്നു അവർ 2026 കൂടി അതിൻ്റെ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 3 കൊല്ലം കൊണ്ട് ഏതാണ്ട് 3500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. അത് ഈ ഓൺ റോഡ് ടയറിൽ മാത്രമല്ല, ഓൺ റോഡും ഓഫ് റോഡ് ടയറിലും പിന്നെ കാർബൺ ബ്ലാക്ക്, ഈ ടയർ ഉണ്ടാക്കാനുള്ള കാർബൺ ബ്ലാക്കിലും കൂടെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള. പൊഡാർ ഫാമിലിയാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് പറഞ്ഞത്. അതായത് CRM ഗ്രൂപ്പില്ലേ, ആ CRM ഗ്രൂപ്പായിട്ട് ബന്ധമുള്ളതാണ് പൊഡാർ ഫാമിലി എന്ന്. ഇവർ റവന്യൂ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2030 23,000 കോടിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ ഓൺ റോഡായിട്ടുള്ള പുതിയ ടയർ ഡിവിഷൻ തന്നെ 2030 ആകുമ്പോഴത്തേക്കും 5000 കോടി വരെ റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ 23,000 കോടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലെവലിൽ, അതായത് 16,600 കോടിയാണ് ഇപ്പോഴത്തെ സെയിൽ. അവിടുന്ന് 23,000 കോടി ഇനിയുള്ള 5 കൊല്ലം ബൈ 2030 അവരെത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റവന്യൂ ഗ്രോത്ത് തന്നെ CAGR 17% ഇയർ ഓൺ ഇയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 17% CAGR ഇയർ ഓൺ ഇയർ റവന്യൂവിൽ ഗ്രോത്ത് വരികയാണെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്കറിയില്ല. ബട്ട് ഇറ്റ് ഇസ് എ വെരി സൗണ്ട് ആൻഡ് എ സ്ട്രോങ് ഫണ്ടമെന്റൽ ഓറിയന്റഡ് കമ്പനി. ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് 8,942 റുപ്പീസാണ്. മാർക്കറ്റ് ക്യാപ്പ് 35,918 ആണെന്നുള്ളതാണ്. ഈ BKT എന്ന് പറയുന്നത് ഗ്ലോബൽ ടയർ ഇൻഡസ്ട്രിയിലെ വലിയൊരു പ്ലെയർ ആണ് എന്നുള്ള, വളരെ വലിയൊരു എന്താ പറയുക, ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്ത പ്ലെയറാണ്. BKT എന്നുള്ള എപ്പോൾ പേര് കണ്ടാലും നിങ്ങൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോബൽ മിച്ചലിൻ പോലെ, ബ്രിഡ്സ്റ്റോൺ പോലെ, യോക്കോഹാമ പോലെയുള്ള വളരെ ഫേമസ് ടയർ കമ്പനിയുടെ കൂടെ കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ കമ്പനി നമുക്ക് ടയറിലുണ്ട് എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യം. ക്യാംസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയും കൂടെ ഉണ്ട്, അതിലൊരു വേറൊരു ഇന്ത്യൻ ടയർ കമ്പനി അതിനെ ഏറ്റെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി വളരെ രസകരമായിട്ട് പോകുന്നു. ആ ഇൻഡസ്ട്രിയിൽ ഓഫ് ഹൈവേ ടയേഴ്സിൽ ഇന്ത്യൻ കമ്പനികളും കൂടെ കയറുന്നു എന്നുള്ളതിന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിഷ്ണു. ഇതൊരു റെക്കമെൻഡേഷനോ ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടോ ആരും കരുതാതിരിക്കുക. ഞാൻ ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബേസിക്കലി സ്പോട്ട്ലൈറ്റ് തന്നെ ഫ്രെയിം ചെയ്യുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന
കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ പുറകിൽ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോൺസ്റ്റർ ജാം ഈവൻറ്റ് ഞാൻ ആക്ച്വലി 2 ദിവസം മുമ്പേ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കണ്ടു. എൻ്റെ മകൻ്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ BKT കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. വെറും അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ്. ഇതൊരു സോളിസിറ്റേഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നിങ്ങളുടെ അതായത് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യുക. നമുക്കിന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മുടെ MyFinന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്ക് അത് കാണാൻ പറ്റും എന്നുള്ളതാണ്. 10:30 മുതൽ അത് ഞാൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നമ്മുടെ അതായത് മുത്തൂറ്റ് സെക്യൂരിറ്റീസിൻ്റെ CEO ആയ രാകേഷിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഞങ്ങൾ രാവിലെ ശരിക്കും പറഞ്ഞ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോൾ രാകേഷിനെ സാധാരണ എന്നും ഞാൻ കാണാറുണ്ട്. ഞങ്ങൾ അന്നും കണ്ടു രാകേഷിനെ പിടിച്ചു നിർത്തി പെട്ടെന്ന് നമ്മുടെ ആ പ്രൊഡക്ഷൻ ടീമിനെയും കൂടെ ഉൾപ്പെടുത്തി ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാക്ക് ദ ടോക്ക്, ഒരു നടന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മോർണിംഗ് വാക്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. കൂടുതലും വെൽത്ത് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. വെൽത്ത് മാനേജ്മെൻറ്റ് പ്രോഡക്ട്സിനേക്കാളും വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ടറിനെ നമ്മൾ എങ്ങനെ, അതായത് അങ്ങനെ ഒരു ഹാബിറ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. അതായത് നമ്മളെല്ലാം മിച്ചം പിടിച്ചിട്ടല്ല വെൽത്ത് മാനേജ് ചെയ്യേണ്ടത്, നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചാണ് വെൽത്ത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ, അതായത് ഇപ്പോഴത്തെ സമയങ്ങളിലൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ രാവിലെ വളരെ നേരത്തെ നമ്മുടെ ജീവിതചര്യത്തിൽ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കത് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്നത്. അത് ആ ഒരു പ്രോഗ്രാം ഇപ്പം തന്നെ അതായത് 10:30 മണി മുതൽ നമ്മുടെ MyFinന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്ക് അത് അതിനകത്ത് കാണാം എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവായിട്ടുള്ള ഇതേപോലൊരു പ്രോഗ്രാംസ് എപ്പോഴും MyFinന്റെ ആപ്പിൽ വരുന്നതായിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇതേപോലെ അതിൻ്റെ പ്രൊമോയും അതിൻ്റെ ഇൻഫർമേഷനും നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് ഞാൻ ഓവർ ടു യു വിഷ്ണു. നമുക്ക് ക്ലോസ് ചെയ്യാം. ഏതായാലും ആ ഒരു എപ്പിസോഡ് എല്ലാവരും കാണേണ്ടതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും. അതായത് സാർ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരൊക്കെ ഹോൾഡിംഗും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഇതോടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ റിസർച്ച് ടീം അടുത്ത അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിലൊക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. Opening hours with MyFin.